SK ചാനലിലേക്ക് സ്വാഗതം. KSR, KER, സർക്കാർ ഉത്തരവുകൾ എന്നിവയുടെ അപ്ഡേഷൻ ലഭിക്കുവാൻ SK ചാനൽ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. സമ്പൂർണ്ണ വഴി കുട്ടികൾക്ക് അഡ്മിഷൻ നൽകുന്ന വിധമാണ് ഈ എപ്പിസോഡ് വിവരിക്കുന്നത്. കുട്ടികൾക്ക് സമ്പൂർണ്ണ വഴി അഡ്മിഷൻ നൽകുന്നതിന് മുമ്പ് സമ്പൂർണ്ണയിൽ ന്യൂ ഡിവിഷൻ ക്രിയേറ്റ് ചെയ്യണം. അതോടൊപ്പം തന്നെ കുട്ടികൾക്ക് പ്രൊമോഷൻ നൽകണം. ഈ രണ്ട് നടപടികളെക്കുറിച്ചും വിവരിക്കുന്ന എപ്പിസോഡുകൾ ഈ ഡിസ്ക്രിപ്ഷനിൽ ലഭ്യമാണ്. കുട്ടികൾക്ക് സമ്പൂർണ്ണ വഴി അഡ്മിഷൻ നൽകുന്ന വിധം: യൂസർ നെയിം പാസ്വേഡ് ഉപയോഗിച്ച് സമ്പൂർണ്ണ ഓപ്പൺ ചെയ്യുക. ജാലകത്തിൻ്റെ മുകളിൽ മൂന്നാമത്തെ ഇനമായ അഡ്മിഷൻ സെലക്ട് ചെയ്യുക. അപ്പോൾ ജാലകത്തിൽ കാണാം സ്റ്റുഡൻറ്റ് അഡ്മിഷൻ, സെലക്ട് അഡ്മിഷൻ, ഒന്നാമത്തെ ഓപ്ഷനായ സ്കൂൾ അഡ്മിഷൻ. ആദ്യമായി സ്കൂളിൽ അഡ്മിഷൻ എടുക്കുന്നവർക്കാണ് ഈ ഓപ്ഷൻ വേണ്ടത്. സ്കൂൾ അഡ്മിഷൻ ക്ലിക്ക് ചെയ്യുക. സ്റ്റുഡൻറ്റ് അഡ്മിഷൻ എന്നുള്ള ആപ്ലിക്കേഷൻ നമുക്ക് കാണാൻ സാധിക്കും. പേഴ്സണൽ ഡീറ്റെയിൽസ്, അഡ്മിഷൻ നമ്പർ, ഫുൾ നെയിം, അങ്ങനെയുള്ള ഡീറ്റെയിൽസ് എൻട്രി ചെയ്യേണ്ടതാണ്. അഡ്മിഷൻ നമ്പർ കൊടുക്കുമ്പോൾ അഡ്മിഷൻ രജിസ്റ്റർ വെച്ച് നോക്കി പുതിയ അഡ്മിഷൻ നമ്പറാണ് അവിടെ നൽകേണ്ടത്. ശ്രദ്ധിച്ച് ചെയ്യേണ്ട കാര്യമാണ്. അതോടൊപ്പം തന്നെ കുട്ടിയുടെ പേര്, ഡേറ്റ് ഓഫ് ബർത്ത് എന്നിവയൊക്കെ ജനന സർട്ടിഫിക്കറ്റിൽ എന്താണോ രേഖപ്പെടുത്തിയിരിക്കുന്നത് അത് തന്നെ എൻട്രി ചെയ്യാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. ഇവിടെ സ്റ്റാർ ചിഹ്നം ഇട്ടിരിക്കുന്ന ഫീൽഡുണ്ട്. അത് മാൻഡേറ്ററി ആണ്, നിർബന്ധമായിട്ടും അത് പൂരിപ്പിക്കേണ്ടതാണ്. അതോടൊപ്പം തന്നെ പേഴ്സണൽ ഡീറ്റെയിൽസ് ലാസ്റ്റ് UID നമ്പർ ഓർ EID നമ്പർ. ഈ ഫീൽഡ് ഇപ്പോൾ നിർബന്ധമല്ല, എന്നാൽ UID ഉള്ള കുട്ടികളെ സ്റ്റാഫ് ഫിക്സേഷന് എണ്ണത്തിന് പരിഗണിക്കുകയുള്ളൂ. അതുകൊണ്ട് ഇപ്പോൾ UID ഉണ്ടെങ്കിൽ അത് എൻട്രി ചെയ്യുക. ഇല്ലെങ്കിൽ ഏറ്റവും അടുത്ത് തന്നെ കുട്ടികളുടെ ആധാർ എടുത്ത് ആ UID നമ്പർ എൻട്രി ചെയ്താൽ മാത്രമേ സ്റ്റാഫ് നിർണയത്തിന് ആ കുട്ടിയുടെ എണ്ണം പരിഗണിക്കുകയുള്ളൂ. തുടർന്ന് ബാക്കിയുള്ള ഫീൽഡുകളെല്ലാം കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം ലാസ്റ്റ് അഡ്മിറ്റ് സ്റ്റുഡൻറ്റ് എന്നുള്ള അത് സെലക്ട് ചെയ്യുക. ഏതെങ്കിലും ഫീൽഡ് നമ്മൾ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ, ഏതെങ്കിലും ഫീൽഡ് നമ്മൾ പോരാഴികയായിട്ട് പൂരിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അത് അഡ്മിറ്റ് സ്റ്റുഡൻറ്റ് എന്നുള്ള നമ്മൾ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുമ്പോൾ മുകളിൽ സ്ക്രീനിൽ തെളിഞ്ഞ് കാണാം. എല്ലാം ഓക്കെ ആണെങ്കിൽ സ്റ്റുഡൻറ്റ് അഡ്മിറ്റഡ് എന്ന സന്ദേശം നമുക്ക് ലഭിക്കുന്നതാണ്. അടുത്ത രണ്ടാമത്തെ ഓപ്ഷനിലേക്ക് പോകുമ്പോൾ അഡ്മിറ്റ് ഫ്രം TC, അതായത് മറ്റൊരു സ്കൂളിൽ പഠിക്കുന്ന ഒരു കുട്ടി നമ്മുടെ സ്കൂളിലേക്ക് TC മുഖാന്തരമാണ് അഡ്മിഷന് വരുന്നതെങ്കിൽ ഈ ഓപ്ഷനാണ് സ്വീകരിക്കേണ്ടത്. ഓപ്ഷൻ ഒന്നും കൂടി ശ്രദ്ധിക്കുക. അഡ്മിറ്റ് ഫ്രം TC നമ്പർ. അവരുടെ കൈവശം ഒരു TC ഉണ്ടായിരിക്കും, അതിനൊരു നമ്പർ ഉണ്ടായിരിക്കും. ആ നമ്പറാണ് ഇവിടെ എൻട്രി ചെയ്യേണ്ടത്. TCയോട് കൂടിയുള്ള ആ നമ്പർ ശ്രദ്ധിക്കുക. ഒരു നമ്പർ, അതിൻ്റെ കൂട്ടത്തിൽ സ്കൂൾ കോഡ്, ദെൻ വർഷം, ഇതെല്ലാം ആ നമ്പറിൽ കാണും. അതെല്ലാം എൻട്രി ചെയ്ത് കഴിയുമ്പോൾ ആ TCയിലുള്ള ഡീറ്റെയിൽസ്, കുട്ടിയുടെ ഡീറ്റെയിൽസ് സ്ക്രീനിൽ തെളിഞ്ഞു വരും. ആവശ്യമായ മാറ്റങ്ങൾ വരുത്തിക്കൊണ്ട് നമുക്ക് ആ കുട്ടിയെ നമ്മുടെ ഈ സ്കൂളിൽ അഡ്മിറ്റ് ചെയ്യാവുന്നതാണ്. ഇങ്ങനെ തുടർന്ന് വരുന്ന കുട്ടികളെ അഡ്മിറ്റ് ചെയ്ത് നമ്മളുടെ അഡ്മിഷൻ നടപടിക്രമങ്ങൾ പൂർത്തീകരിക്കാവുന്നതാണ്. താങ്ക് യു.